സുധാകരൻ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു. അതിന് പകരം വയ്ക്കാൻ ഇപ്പോൾ ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ തള്ളിക്കളഞ്ഞ് പിന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ. നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല. പക്ഷെ കാത്തിരുന്ന് കാണാം. കെ മുരളീധരൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന വന്നത് ഫോട്ടോയിലെങ്കിലും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ വേണം. അല്ല, അത് ശരിയാ അദ്ദേഹം പറഞ്ഞത്. കാരണം എന്നോട് തന്നെ മലബാറിലുള്ള കുറേ ആളുകൾ വിളിച്ചു ചോദിച്ചു, ഇതാരാ ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളൊന്നും. നമ്മളിങ്ങനെ ആ ഭാഗത്ത് ചോദിച്ചാൽ അറിയാം, ഞങ്ങളവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും. അപ്പം അത്രയും അറിയാത്ത ഒരാൾ വരുന്നതിനെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് അനുഭവം, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പുതിയ പ്രസിഡന്റിന്റെ വരവ് BJP കുറച്ചും കൂടി സുഖമായി മുന്നോട്ട് പോകാൻ, BJP അല്ലെങ്കിൽ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവരുടെ എങ്ങോട്ടൊക്കെയാണ് പോണേന്ന് എനിക്കറിയാം. ഇതിൽ കഴിവ് എല്ലാവർക്കും കഴിവ് ഇല്ല എന്ന് ഞാൻ പറയില്ല. അതിൽ 1-2 പേര് കഴിവുള്ളവരുണ്ടാവാം. പക്ഷെ ഇവർ തമ്മിലൊരു യോജിപ്പ് വേണ്ടേ? ഒരാൾ ഇടത്തോട്ട് പോകുമ്പോൾ ഒരാൾ വലത്തോട്ട് പോകും, പിന്നെ തമ്മിലൊരു ചർച്ചയില്ല. ഇത്രയും കാലം മുമ്പ് ഇലക്ഷന് തോറ്റിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ തെറ്റ് തിരുത്താൻ പറ്റണേ? അപ്പോൾ പുതിയൊരാൾ വന്നിട്ട് ശരി, സണ്ണി ജോസഫിനെ പോലെ ഒരാൾ വന്നു. സണ്ണി ജോസഫിനെ കണ്ണൂർ ഭാഗത്ത് അറിയാം. എനിക്ക് തോന്നുന്നില്ലേ ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്ര അദ്ദേഹത്തിന് അറിയുന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കട്ടെ. എല്ലാവരും പറയണ്ടല്ലോ പുതിയത് വന്നു, പുതിയ നേതൃത്വം വന്നു.